ഞാനിപ്പോൾ ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിലെ കാങ്കർ ഡിസ്ട്രിക്റ്റിലെ അന്താഗഡ് എന്ന് പറഞ്ഞൊരു താലൂക്ക്. ഈ പ്രദേശം ഒരു സമയത്ത്, അതായത് ഏകദേശം 1-2-3 വർഷം മുമ്പ് പൂർണ്ണമായിട്ടും നക്സലിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. അതായത് ഞാനിരിക്കുന്ന ഈ സ്ഥലം പോലും നക്സൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഭരണം നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി. എൻ്റെ കൂടെയുള്ളത് ജാവേദ്. ഇദ്ദേഹം ഹിന്ദിയിൽ ഛത്തീസ്ഗഡിൽ അറിയപ്പെടുന്നൊരു ജേർണലിസ്റ്റാണ്. ഇദ്ദേഹം വളരെയധികം ഈ നക്സൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള ക്രിസ്ത്യൻ അറ്റാക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇദ്ദേഹത്തോടാണ് ഇവിടുത്തെ ഗ്രൗണ്ട്, ഇപ്പം നമ്മൾ ഈ പല ആൾക്കാരും പറയുന്ന പോലല്ല, ഞാനിവിടെ വന്നിരിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. അപ്പം എന്താണ് പ്രധാനമായിട്ടും ചോദിക്കുന്ന വിഷയങ്ങൾ, ഇതുമായിട്ട് ക്രിസ്ത്യൻ അറ്റാക്ക്, നക്സൽ, എത്ര % ക്രിസ്ത്യൻ ഈ കമ്മ്യൂണിറ്റി, എന്തുകൊണ്ടാണ് ഈ ഘർവാപ്പസി, എന്താണ് ഇതിൻ്റെ സക്സസ്, എന്താണ് RSS അജണ്ട, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. जावेद वेलकम टू द शो. थैंक यू. चिट चैट. जावेद, मैं सबसे पहले पूछ रहे आपसे, आपने सबसे ज़्यादा मैं देखा है, आपका वीडियो देखा है, आपका रिपोर्ट देखा है, ये अंधागढ़ पे इतना ज़्यादा अटैक हुआ था ये कन्वर्शन का मामले पे. अभी इतना ज़्यादा कब से शुरू हो गया, उसका रीज़न क्या है? देखिए, जब यहाँ शुरू हुआ, अगर अटैक की बात हम करें तो अटैक माओवाद के ख़त्म होने के बाद ही शुरू हुआ है. मैक्सिमम हमने सबसे पहले देखा था आमाबेड़ा एरिया में एक कुरूटो लगा हुआ है, वहाँ चहती बाई मतलब जो कन्वर्जन महिला थी उसके शव को दफना दिया गया था उन्हीं के खेत में, उन्हीं की मतलब ज़मीन में, जो चहती बाई की ज़मीन में ही उसको दफना दिया गया था. मगर वहाँ पे कुछ ग्रामीण और कुछ RSS और दक्षिण फ्रंट के कुछ लोग वहाँ पे जाके उसकी कब्र को निकाल कर उसकी बॉडी को लाकर अंतागढ़ में 6 दिनों तक मर्चुरी में रखे थे. 6 दिनों बाद फिर समाधान नहीं हुआ, फिर अंतागढ़ में लाकर उसको उनके बिना परिजनों के अंतिम संस्कार प्रशासन ने कर दिया. ये कब हुआ था? ये आपका हुआ था 2013 के आसपास की बात है. 2013 पे हुआ था शुरुआत जी. तो इधर नक्सल कब खत्म हुआ था? पूर्व तो नहीं कह सकते, पर खत्म होने की शुरुआत हो चुकी थी आपके 2016-17 से बैकफुट में जाने लगे थे नक्सली. वो മിലിറ്റന്റ് ഓപ്പറേഷൻ. जी जी. ഓ ബാക്ക് ഫുട്ട് പേ. ഇദ്ദേഹം പറയുന്നത് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട അവരുടെ കൺവേർഷൻ ഈ അന്താഗഡിലുണ്ടായി. അപ്പോൾ അതുമായിട്ട് ചേർന്നാണ് ഈ കൺവേർഷൻ്റെ ഇഷ്യൂ BJP RSSും ഏറ്റെടുക്കുന്നത്. അപ്പോൾ അവരുടെ സ്ഥലവും അവരുടെ കൃഷി ചെയ്യുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ഡെഡ് ബോഡി അടക്കം ചെയ്യാൻ ഏകദേശം 6ഓളം ദിവസം മോർച്ചറിയിൽ വെച്ചു. പിന്നീട് ഇഷ്യൂ ഉണ്ടായി. നക്സലിസം കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് 2016-17 നക്സലിസം ഇവിടുന്ന് പുറകോട്ട് പോകുന്നത്. അതിനുശേഷമാണ് ഇവിടെ ക്രിസ്ത്യാനിറ്റി എന്തുവാന്നുള്ള കാര്യം ഈ BJPക്കാണെങ്കിലും RSSനും മനസ്സിലാകുന്നത്. അതിനുശേഷമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. मेरा दूसरा बात है, RSS को क्या चाहिए, BJP को क्या चाहिए ये कन्वर्शन का मामले में, वो क्या देखता है? BJP को दरअसल सबसे ज़्यादा कन्वर्सन से प्रॉब्लम नहीं है, वो पॉलिटिकल एजेंडा अपना चला रहे हैं. आदिवासी अब जब उनको मतलब एक ग्राउंड मिला है, मतलब एजुकेशन में आगे बढ़ रहे हैं, कहीं ना कहीं उसमें क्रिश्चियन जो कन्वर्जन हो रहा है वो भी एक ग्रामीणों को दे रहा है सहायता, मतलब सहयोग कर रहे हैं. ग्रामीण उसमें आगे बढ़ रहे हैं, उनका लिविंग स्टैंडर्ड काफ़ी ज़्यादा बढ़ रहा है. तो RSS उसको सिर्फ पॉलिटिकल एजेंडा के रूप में देखती है. नहीं, मेरा बात सुनो जावेद भाई. अभी लोगों को एजुकेशन मिल रहे जी, लाइफस्टाइल चेंज हो रहे, उसमें RSS का प्रॉब्लम क्या है? RSS को वोट बैंक चाहिए. वोट बैंक वो आदिवासी को हिंदू ही रखना चाहती है. और अब जब एजुकेशन बढ़ रहा है तो जो हिंदू हैं वो अपने आप को हिंदू मानते हैं, मतलब वो आदिवासी मानते हैं, ना कि हिंदू. ഇതിനകത്ത് ജാവേദ് പറയുന്നത് ഈ ക്രിസ്ത്യൻ മിഷണറി വന്ന ശേഷം ഈ ആദിവാസികളുടെ ഇടയ്ക്ക് എഡ്യൂക്കേഷനും അവരുടെ ലൈഫ് സ്റ്റൈലിൽ വലിയ മാറ്റമുണ്ടായി. ആപ്നെ പല പോലെ ഈ ചെറുപ്പക്കാരുകളായ പെണ്ണുങ്ങൾ ശരിക്കും എഡ്യൂക്കേറ്റഡ് ആയി. ഇപ്പം ഈ എഡ്യൂക്കേഷൻ ഉണ്ടായ സമയത്ത് ഇവർക്കുണ്ടായ മാറ്റം എന്ന് പറയുന്നത്, ഇവർ ഈ പറയുന്ന ഹിന്ദു, അതായത് ഇവർ പറയുന്നത് ആദിവാസികൾ ഹിന്ദുക്കളല്ല,
അവർ ആദിവാസികൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു റൈറ്റിൽ തന്നെ മുന്നോട്ട് പോകണം. അവർക്ക് ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു അമ്പർലയ്ക്കകത്ത് വരാൻ താല്പര്യമില്ല. ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇവിടെ ഇവർക്ക് എഡ്യൂക്കേഷനും അതേപോലെ ഹെൽത്തും ഇവരുടെ ലൈഫ് സ്റ്റൈലും എല്ലാം മാറ്റിയത്. അതുകൊണ്ട് ഇവിടെ ആദിവാസികൾക്കിടയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അതായത് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് വലിയ രീതിയിലുള്ള സ്വാഗതം. അത് ബേസിക്കലി RSSന് വലിയ ടഫായിട്ട് തോന്നി. കാരണം അവരുടെ വോട്ട് ബാങ്ക് മാറിപ്പോകുന്നു. അല്ലാതെ ഈ പറയുന്ന BJPക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവരുടെ വോട്ട് മാറുന്നു. അവർ BJPക്ക് ഇനി വോട്ട് ചെയ്യാതാകും. അതുകൊണ്ടാണ് അവർ ഈ ക്രിസ്ത്യൻ കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ഇത്ര വലിയ സീരിയസ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. दूसरा बात मैं पूछ रहे, पहले आप बोला था ये तहसील तालुक पे इधर 45% क्रिश्चियंस हैं अभी समथिंग आसपास. ये 45% कैसे हो गया? ये देखिए, सबसे पहले मिशनरीज गांव में जाती हैं. मिशनरीज के जो लोग हैं, अब वो जो विलेज में जो आदिवासी ट्राइबल जो लोग हैं, उनको सरकार से जो सुविधाएं नहीं मिल रही हैं, एजुकेशन हो गया, हेल्थ इश्यूज हो उनके साथ हो गए, तो वो दोनों को पॉइंट करके चल रही है. वो किसी को एजुकेशन दिलवाना, किसी को जॉब में, मतलब किसी को मतलब फिजिकल, मतलब उसमें अपने फाइनेंशियली सपोर्ट कर देना. मतलब किसी कोई बीमार है तो उनको हॉस्पिटल में ले जाना. फाइनेंशियली डायरेक्ट सपोर्ट नहीं बोल सकते उसको, मतलब किसी को हॉस्पिटल ले जाना है, साथ में दवा के साथ में दुआ की बात बताई जाती है वहाँ पे. तो लोगों में एक फैथ बनता है. उनके घर में अगर एक कोई बंदा ठीक हो गया, उनके घर में मिशनरीज के लोग जाते हैं. साथ में वो ये बोलते हैं कि शराब पीना बिल्कुल इलीगल है, शराब नहीं पिए. गुटखा, इवन गुटखा तंबाकू तक खाना उन्होंने बंद कर दिया है. जो आदिवासी जो कन्वर्जन हो चुके हैं, जिन्होंने कन्वर्जन किया है, वो गुटखा भी नहीं खाते हैं. इसमें ജാവേദ് പറയുന്നത് ഈ ആദിവാസികളുടെ ഇടയ്ക്ക് അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി, അവർ ഹെൽത്തിന് വളരെ ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ് ആദിവാസികളുടെ റൈറ്റ്. അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി, അവർക്ക് ജോലി കൊടുക്കണം. അതേപോലെ തന്നെ അവരുടെ ഇടയിൽ നിന്നും മദ്യപാനം, കാരണം ഇവിടെ മൗവ എന്ന് പറഞ്ഞൊരു മദ്യമുണ്ട് ഇവിടുത്തെ ലോക്കൽ. ആ സാധനം ഈ ആദിവാസി കൺവേർട്ടഡ് ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്ക് നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതെ. അതേപോലെ ഗുഡ്ക, അതേപോലെ നഷ, അതെ ഇതേപോലെ മയക്കുമരുന്നുകൾ, കാരണം ഇവിടെ ഇഷ്ടംപോലെ കഞ്ചാവും മരിജുവാനും ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതിൽ നിന്നുമൊക്കെ ഇവർക്ക് വലിയ രീതിയിൽ മാറ്റമുണ്ടായി. അപ്പോൾ അവർക്ക് ഈ സമയത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവരെ പോയി പഠിപ്പിച്ചു അവരുടെ റൈറ്റ് എന്താണ്, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഗവൺമെൻറ് അവർക്ക് എന്തൊക്കെയാണ് സഹായം കൊടുക്കേണ്ടത്, ബജറ്റിൽ എന്തൊക്കെയാണുള്ളത്, ഈ പറയുന്ന ആദിവാസികളെ പഠിപ്പിച്ചു കൊടുത്തു. അതേപോലെ തന്നെ ഇവരുടെ വീടുകളിലൊക്കെ അസുഖവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, കാരണം ഈ വില്ലേജ് എന്ന് പറഞ്ഞാൽ വളരെയധികം അകത്തോട്ട് മാറിയിട്ടാണ് ഈ സംഭവം. അപ്പോൾ അവിടെ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നിട്ട് ഈ പറയുന്ന മിഷണറിമാർ ഇടപെടുകയും അവരെ ആശുപത്രിയിൽ കൊണ്ടുവരികയും അവരെ ട്രീറ്റ് ചെയ്യുകയും അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഫെയ്ത്ത്, അതായത് പെൻഡക്കോസ്റ്റൽ ഫെയ്ത്തിലോട്ട് ഈ പറയുന്ന ആദിവാസികൾ വലിയ രീതിയിൽ പോയി. അതുകൊണ്ടാണ് ഏകദേശം, അതായത് ഈ തഹസിൽ, ഈ താലൂക്കിൽ 45% ഈ ക്രിസ്ത്യൻ കൺവേർട്സ് ഉണ്ടാകാനുണ്ടായ കാരണം. दूसरा बात मैं पूछ रहे, माओइज्म था इधर, मैं भी आकर रिपोर्ट किया था 2007-8 पे. ये माओइस्ट का कंट्रोल पे कैसे क्रिश्चियन मिशनरी काम किए? माओवाद, दरअसल माओवाद ने कभी टारगेट नहीं किया क्रिश्चियन, मतलब उनका फोकस था गवर्नमेंट और जो सुरक्षा बल हैं उनके साथ सीधा. वो लोकल जो मामले थे उसमें इंटरफेयर नहीं करते थे. और माओवादियों के डर की वजह से गांव वाले इस विषय में कभी सामने आए ही नहीं. कन्वर्जन हो रहा है, उनसे कोई मतलब नहीं था. RSS कभी जंगलों में, गांव में घुसी नहीं. उसको डर था, RSS को डर था. और RSS के लीडर्स को कई बार उन्होंने टारगेट भी किया है. RSS के लीडर को बस्तर में कई लोगों को उनके ऊपर उन्होंने अटैक भी किया माओवादियों ने. उनकी विचारधारा बिल्कुल माओवादियों की कम्युनिस्ट से रिलेटेड है. तो वो एक समय ऐसा था जब गांव में आदिवासियों को उन्होंने ये कहा था कि आप जो गणेश रखते हैं या दुर्गा रखते हैं या जो भी त्यौहार मनाते हैं वो आप मत रखिए. तो वो एक समय था जब लोग उस जो चीज़ को मानते नहीं थे. यहाँ तक कि माओवादियों ने आकर के उनकी देवी देवताओं जो आदिवासी लोग रखना शुरू कर दिए थे, दुर्गा गणेश वगैरह वो बनाना शुरू कर दिए थे, वो जाके तोड़ देते थे मूर्तियों को.
ഇപ്പം ഇദ്ദേഹം പറയുന്നത് ഇവിടെ ഈ നക്സലിസം ഉണ്ടായ സമയത്താണ് ഈ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മിഷണറിമാർ ഈ ആദിവാസികളുടെ ഇടയ്ക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാരെ അവർ ഈ മാവോയിസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്തത്? കാരണം അതിനകത്ത് അവർക്ക് പ്രശ്നമില്ലായിരുന്നു ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരെ ലൈഫ് സ്റ്റൈലിൽ വളർത്തുക. കാരണം ഒരു കാര്യം മനസ്സിലാക്കാൻ നേരത്തെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഛത്തീസ്ഗഡ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മിഷണറികൾ, പ്രത്യേകിച്ച് പെന്തക്കോസുകാർ മലയാളികളാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അവർ പലരും ചർച്ച ഉണ്ടാക്കിയിട്ട് അവർ ഇവിടെയുള്ള ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് തിരിച്ചുപോയി. പക്ഷേ ഇവിടെ RSSകാർക്ക് ഈ പറയുന്ന മാവോയിസ്റ്റ് ബെൽറ്റിനകത്ത് കയറാൻ അവർ സമ്മതിച്ചിട്ടില്ല. കാരണം ഗണേഷ് പൂജ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ലായിരുന്നു. അതേപോലെ തന്നെ അത് ചെയ്യുന്നവരെ ഇത് അടിച്ചു പൊടിക്കുക, അത് പൊട്ടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കാരണം കമ്മ്യൂണിസം വേഴ്സസ് RSS എന്നുള്ള ഫിലോസഫി ആയിട്ട്. കാരണം RSS കേഡേഴ്സ് മാവോയിസം നക്സലിസം ഉണ്ടായിരുന്ന സമയത്ത് ഈ വനപ്രദേശത്ത് കയറാൻ ഭയമായിരുന്നു. പക്ഷേ വളരെ കാര്യമായ രീതിയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ, പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റ് മിഷണറിമാർ ഇവിടെ വർക്കൗട്ട് ചെയ്തു. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ മാസീവായിട്ടുള്ള കൺവേർഷൻ നടക്കുന്നത്. എപ്പോഴാണ് നക്സലിസം ഇല്ലാതാകുന്നത്? ആ സമയത്താണ് RSSന് മനസ്സിലായത് അവർ ഈ പറയുന്ന വില്ലേജുകൾ മുഴുവനും വലിയൊരു ശതമാനം പേരും കൺവേർട്ടായി. अभी RSS क्या सोच रहे, क्या करना, उसको घर वापसी करना है, वो करना है, ये करना है, वो क्या सोच के आगे जा रहे? RSS कोशिश कर रही है घर वापसी की, मगर अब आदिवासियों में भी एक जो वर्ग है जो एजुकेटेड है, पढ़ लिख गया है, समाज में युवा हैं जो, वो उनको समझ में आ गया है कि वास्तव में हमारे साथ पहले क्या हो चुका था. उन्होंने हिस्ट्री पढ़ी, जाना, समझा, और आज वो अपने आप को मूलवासी मानते हैं. वो अपने आप को हिंदू नहीं मानते, तो अपने आप को हिंदू से अलग कर रहे हैं और RSS से थोड़ा दूरी बना रहे हैं. पहले जब माओवादी थे तो माओवादियों के समय में ये जो मिशनरीज के काम होते थे वो साइलेंटली चलते थे, उसमें कोई भी ऐसा नहीं था. मगर इनका जो कम्युनिस्ट तो किसी चीज़ को मानते नहीं है, तो कम्युनिस्ट जब हिंदू के जो कार्यक्रम होते थे, प्रोग्राम होते थे, तो उसको वो अपोज करते थे, नहीं करना है. तुम आदिवासी हो, इवन अगर वो आदिवासियों की सभाओं में जाते थे, वो अगर हिंदी में बात करते थे तो वो उनको फटकार लगाते थे माओवादी कि तुम आदिवासी हो, हिंदी में क्यों बात कर रहे हो. यहाँ तक उनको ये बताया गया था कि तुम हिंदी में बात नहीं करोगे, तुम आदिवासी हो, गोणी में बात करो. आदिवासी लैंग्वेज. ഇതിനകത്ത് ജാവേദ് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇവിടെ ഈ മാവോയിസം ഉണ്ടായിരുന്ന സമയത്ത് ഈ ആൾക്കാർ ഈ പറയുന്ന അതിന് പോയ ശേഷം ഈ RSS അതേപോലെ ഗർവാപ്പസി എന്ന് പറഞ്ഞ സംഭവമുണ്ട്, നിങ്ങൾ കേട്ട് കാണും. അപ്പം അതിനകത്ത് ഈ ആദിവാസികളെടുത്ത് ഒരു അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ എതിർക്കുന്ന ഒരു യുവതലമുറയുണ്ടായി. അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. അവർ പറയുന്നത് ഹിന്ദുയിസത്തിലോട്ട് തിരികെ പോകും. അതായത് ഹിന്ദുയിസത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന മനുസ്മൃതിയും സനാതനവും ഒക്കെ കയറി വരും. അത് പഴയ രീതിയിലേക്കാളും വേഴ്സ്റ്റായിട്ട് അവരുടെ കണ്ടീഷൻ മാറും. അതേപോലെ BJPക്കകത്തും തന്നെ 2 ഗ്രൂപ്പുണ്ട് ഈ ആദിവാസികളുടെ ഇടയ്ക്ക്. അതായത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ അനുകൂലിക്കുന്നൊരു ഗ്രൂപ്പുണ്ട്, അതേപോലെ RSSനെ അനുകൂലിക്കുന്ന ഗ്രൂപ്പുണ്ട്. RSSനെ അകത്തുണ്ട് ആദിവാസികൾ. കാരണം ജാവേദുമായിട്ട് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോഴാണ് പിടികിട്ടിയത്. അപ്പം ഈ പറയുന്ന ആദിവാസികളിലെ പുതിയ കമ്മ്യൂണിറ്റി അവരൊരു കാരണവശാലും ഈ പറയുന്ന ഘർ വാപ്പസിയെ അനുകൂലിക്കുന്നില്ല. അവരുടെ പേരൻസോ മറ്റുള്ളവരെ ഘർ വാപ്പസിലോട്ട് പോകുമ്പോൾ തന്നെ ഇവരാണ് പോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്, ക്രിസ്ത്യൻസ് അല്ല പോയിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ ഒരു ഫോട്ടോ ഓപ്പും പരിപാടികളൊക്കെ നടത്തുന്നതെന്നല്ലാതെ ഒരാൾ പോലും അങ്ങോട്ട് പോകുന്നില്ല. കട്ടറായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ട് മുന്നോട്ട് പോകുന്നത്. അബ് ബോൾഡേ ഘർ വാപ്പസി സക്സസ് नहीं हो रहे उसका कारण क्या है? अब उनमें जो क्रिश्चियन में जो जा चुके हैं, ये कन्वर्जन जिन्होंने कर लिया है, उनको जो बताया गया है, जो मतलब बाइबल के जो थॉट्स हैं, उनको जो उनके दिमाग में जो भरा गया है, जो मतलब जड़ कर गई उनके दिमाग में, वो नहीं निकाल पा रहे हैं. एक तो वो हेल्थ इश्यू से वापस आए हैं सर्वाइव करके काफ़ी समय से, वो चाहे रीज़न जो भी हो. तो उनको ये लगता है अगर हम वापस हिंदू कल्चर अपनाएं या आदिवासी की कल्चर अपनाएं तो वो जो परेशानियां थी वो वापस आ जाएंगी, क्योंकि കൺവേർസൺ के बाद उनके लिविंग स्टैंडर्ड में काफ़ी इम्प्रूवमेंट आया है. ഇത് പുള്ളി പറയുന്നതിൻ്റെ കാര്യം അവരെന്തുകൊണ്ടാണ് തിരിച്ചു പോകാത്തതെന്ന് പറയുന്നത്, ഹിന്ദു മതത്തിലോട്ട് വീണ്ടും, അതായത് അവർ പറയുന്നവർ ഹിന്ദുക്കളല്ല ആദിവാസികൾ. അത് കറക്റ്റ് തന്നെയാണ്. നമ്മൾ ചരിത്രം നോക്കിയാൽ ഇന്ത്യയിലെ ആദിവാസികൾ ഹിന്ദുക്കളല്ല.
അപ്പോൾ ഇവർ പോയി കഴിഞ്ഞാൽ ഇവർ വീണ്ടും മദ്യപാന്മാരാകും. ഇതേപോലെയുള്ള സംഭവങ്ങൾ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറും. ഈ പറയുന്ന പോലെ സനാതനം അതിലൊക്കെ തിരിച്ചു വരും. അതിലോട്ട് പോകാൻ അവർക്ക് തയ്യാറില്ല. പിന്നെ ബിബിളിക്കലി വളരെ സ്ട്രോങ് ആണ് ഇവിടുത്തെയുള്ള ആദിവാസികൾ. അപ്പോൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്നതൊക്കെ ആരാധിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, പ്രസാദം മേടിക്കരുത്. अपने पहले बोला था ये प्रसाद नहीं लेता है, वो नहीं लेता है, उसका क्या कारण बोलो क्या है? अब उनको जो कन्वर्जन में जाते हैं या पास चर्च में जाते हैं, गिरजाघर में जाते हैं, प्रार्थना सभा में जाते हैं, असली तो चर्च वगैरह यहाँ पे नहीं, प्रार्थना सभा होती है, तो हर संडे को वहाँ पे पूरे गांव के आसपास के जितने गांव के सब अपने अपने चर्च में प्रार्थना सभा में जाते हैं। वहाँ उनको बताया जाता है, जैसे कि हमने कई लोगों से बात किया, कई लोगों से हमने चर्चा की, तो उनका ये कहना होता है कि अगर हम उनके प्रसाद को या फिर उनके जो धार्मिक आयोजन है जो है ना, तो वो अगर हम करते हैं तो हमको जो प्रभु यीशु ने जो हमको नवाजा है, जो दिया है, वो वापस ले लेगा। ഇദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് താല്പര്യമില്ലാത്തത്, കാരണം ചർച്ചുകളിൽ പഠിപ്പിക്കുന്നത്, ബിബിളിക്കലി പഠിപ്പിക്കുന്ന പാസ്റ്റർമാർ പറയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എടുക്കരുത്, പ്രസാദം എടുക്കരുത്, അതേപോലെ തന്നെ ഹിന്ദു ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കരുത്. അത് വളരെ കട്ടർ തോട്ടായിട്ടാണ് ഇവരെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം അത് അവരുടെ തലയിലുള്ളതിൻ്റെ പേരിൽ ഇവരൊരു കാരണവശാലും അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെയാണ് RSS ശ്രമിക്കുന്നത്. RSSും BJP അതേപോലെ തന്നെ ആദിവാസി പരിഷത്ത് എന്നൊക്കെ പറഞ്ഞ വനവാസ് കല്യാണമൊക്കെ ശ്രമിക്കുന്നത് ഏത് രീതിയിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ഇത് ഒരു ടസൽ തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. आप सोच रहे अगले कितना साल पे आगे आगे अभी भी इधर पेंटेकोस्ट कन्वर्शन ज़्यादा हो रहे जी, अभी ऐसे जाएगा तो कितना साल पे इधर आदिवासी ये आपने बोलते 45% 40% के आसपास है, वो कितना साल के अंदर 50% से ज़्यादा कन्वर्ट हो जाएगा? देखिए अभी माओवाद के जाने के बाद कन्वर्जन रेट में थोड़ी सी कमी आई है, क्योंकि ये जो RSS लॉबी है या फिर जो हिंदू लॉबीज़ हैं या फिर अब भाजपा से रिलेटेड जितने भी विंग्स हैं, चाहे वो बजरंग दल हो, चाहे वो VHP हो, चाहे जो भी हो, उनका जो बाहर से कोई ना कोई, क्योंकि आदिवासी समाज में भी उनके लोग हैं, तो कहीं ना कहीं से उन पर दबाव पड़ रहा है और प्रशासनिक अमले में भी दबाव पड़ रहा है। तो वो उसमें थोड़ा सा जो रेट था पहले जो जिस तरीके से बढ़ा था उसमें थोड़ी कमी आई है, थोड़ी कमी आई है जी। मगर जिन लोगों को वापस जबरदस्ती लाया जा रहा है, कन्वर्जन के बाद घर वापसी की जा रही है, तो हमने कई जगह ऐसे देखा है, उनका घर गांव से खाना पीना बंद करवा देते हैं, जलाऊ लकड़ी नहीं अगर मिल रही गांव वाले उसको भी मना कर दे रहे हैं, इवन उनके खेतों में उनको खेती करने नहीं दी जा रही है। तेंदुपत्ता जैसे तोड़ते हैं यहाँ पे, तेंदुपत्ता एक इनकम ऑफ सोर्स है, वो बंद करा देते हैं, तो मजबूरी में उनको गाँव वालों के सामने जाना पड़ता है। ഇദ്ദേഹം പറയുന്നത് ഇപ്പം ഈ പല രീതിയിലുള്ള പ്രഷറുണ്ട്, ഗവൺമെൻറ്റിൻ്റെ പ്രഷറുണ്ട്, BJP ഭരിക്കുന്നത്, അതേപോലെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ പ്രഷറുണ്ട്, മറ്റു പലതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഈ ഘർ വാപ്പസി സക്സസ് ആവുന്നില്ല. ആൾക്കാർ വരുന്നു പോകുന്നു, വീണ്ടും അവർ തിരിച്ചു പോകുന്നു. അപ്പോൾ പല രീതിയിലുള്ള ഉപരോധങ്ങൾ ഗവൺമെൻറ്റും BJP ഒക്കെ ഏർപ്പെടുന്നുണ്ട്. കാരണം അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കുക, തെണ്ടുപത്ത എന്ന് പറഞ്ഞ സാധനം, അതായത് ഏറ്റവും കൂടുതൽ ഈ ഫോറസ്റ്റ് പ്രോഡക്റ്റാണ്, അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂ, അതേപോലെ തന്നെ പലയിടത്തും കൃഷി ചെയ്യാൻ സമ്മതിക്കാതിരിക്കും. ഇതൊക്കെ പ്രഷർ ഉണ്ടായിട്ട് പോലും ഈ ഘർ വാപ്പസി സക്സസ് ആവുന്നില്ല. പക്ഷേ പഴയതിൽ നിന്നും ഈ പറയുന്ന കൺവേർഷൻ ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കുക, ചെറിയ രീതിയിലേ കുറഞ്ഞിട്ടുള്ളൂ, പക്ഷേ കൺവേർഷൻ നടക്കുന്നുണ്ട്. അവരുടെ ആ വിശ്വാസത്തിൽ തന്നെ പോകുന്നു എന്നാണ് പറയുന്നത്. अभी सोच रहे अभी झगड़ा हो रहा है, कॉन्फ्लिक्ट हो रहा है, अटैक हो रहा है, खत्म हो जाएगा? अभी फिलहाल तो नहीं लग रहा है, मगर अभी कुछ कम हुआ है। कम होने की वजह भी ये है कि क्यों पहले आदिवासियों के बीच में जो RSS और बाकी जो दक्षिणपंथी घुसे हुए थे, तो आदिवासी अब उनको अलग कर रहे हैं। गांव वालों का कहना है कि हमारा जो रूढ़ी परंपरा है, जो उनकी मतलब जो कल्चरल जो है, वो हम उस आधार पे चलेंगे, बाहरी लोगों का हस्तक्षेप उनको नहीं चाहिए। ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഇപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത് ഇവിടുത്തെ അറ്റാക്ക് കുറയുമോ? അപ്പോൾ പറയുന്ന അത് കുറയാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ RSSും BJPയും വ്യക്തമായിട്ട് ആദിവാസികളുടെ ഇടയ്ക്ക് ഇതേപോലെ സംഭവങ്ങളായിട്ട് പോകുമ്പോൾ അവിടെ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആദിവാസികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് അവർക്ക് ഹിന്ദുക്കളായിട്ട് ജീവിക്കേണ്ട, അവർക്ക് ആദിവാസികളായിട്ട് മാത്രം ജീവിച്ചാൽ മതി. കാരണം ഈ പറയുന്ന BJP RSSനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആദിവാസികളുടെ ഇടയ്ക്ക് തന്നെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടായി.
അപ്പോൾ അതിൻ്റെ പേരിൽ ഈ പറയുന്ന ആദിവാസികൾ തന്നെ പറയുന്നുണ്ട് അവരുടെ കാര്യത്തിൽ ഈ BJP RSS ഇടപെടേണ്ട, അവർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അവർ തമ്മിൽ പറഞ്ഞു തീർത്തോളം നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അപ്പം നാച്ചുറലി ഈ പറയുന്ന RSSനും BJPക്കും വലിയ റോള് വരാനുള്ള ദിവസങ്ങളിൽ ഇല്ലാതാകുമെന്നാണ് जावेद പറഞ്ഞത്. जावेद मैं दो लास्ट क्वेश्चन पूछ रहे, अभी आपने बोल दिया अभी इतना कन्वर्शन हो गया, ये पेंटेकोस्टल है कैथोलिक है, कौन सा चर्च है? ये जो अपने लोकल 3 है यहाँ पे, तो उसके बारे में तो आइडिया नहीं है कौन कौन से। कैथोलिक में अपने प्रोटेस्टेंट हैं शायद, और ये पास्टर लोग हैं सबसे ज्यादा, सभी पास्टर हैं, मतलब जो लोकल हैं, लोकल को फिर वो अपग्रेड करके पास्टर बनाते हैं। शुरू में वो बिलीवर्स रहते हैं, बिलीवर्स बनने के बाद उनको पास्टर बनाया जाता है। लोकल ही है, लोकल ही, बाहर से कोई भी नहीं है, बाहर से 1-2 आते हैं, फिर वो धीरे धीरे। ये तो ये चर्च का ये चर्च का इसे आगे जाता है, लोग पैसा देता है। नहीं, पैसे के बारे में तो जानकारी अभी तक नहीं है हमारे सामने, क्योंकि हमने जितने लोगों से बात की तो फाइनेंशियली हेल्प के बारे में किसी ने नहीं बताया। बस उन्होंने कहा कि हेल्थ एंड एजुकेशन इस पे हेल्प होती है उनके द्वारा, और फाइनेंशियली तो जानकारी अभी तक नहीं आई है कि फाइनेंशियली उनको कुछ दिया जाता है। हाँ, कहीं कहीं कई लोग ऐसा होता है कि जिसके घर में मान लीजिए अगर कोई शराब पी रहा है, कोई नशा कर रहा है, वो छोड़ दिया, अब उनके हाथ ऑटोमेटिकली थोड़ा सा जनरेट हो जा रहा है, तो वो उनका लाइफ स्टैंडर्ड काफी गांव वालों से अपेक्षा काफी ज्यादा बढ़ रहा है। उसी गांव वाले लोग जो चिढ़ते हैं आपस में, जो रहता है कि भाई ये क्यों बढ़ रहा है आगे, तो कई लोग उनको देख के कन्वर्जन करते हैं और कोई लोग उनको വിരോധ് भी कर रहे हैं. ഇദ്ദേഹം പറയുന്നത് ഇതിൻ്റെ അത് ഫൈനാൻഷ്യൽ എങ്ങനെയാണോ എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണയൊന്നുമില്ല. ഹെൽത്തിന് ഇവർക്ക് എവിടെ നിന്നാണ് പണം കിട്ടുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പം മദ്യപാനം നിർത്തി മറ്റുള്ള ചെലവുകളൊക്കെ നിർത്തി ആൾക്കാർ പണം കൊടുക്കാറുണ്ട്. കാരണം ഇവരെല്ലാം കർഷകരാണ്, ഈ പറയുന്ന ആദിവാസികൾ. അങ്ങനെ പണം ജനറേറ്റ് ചെയ്യാം. പക്ഷേ ഈ പുറത്തുനിന്ന് എന്തുവാണ് സഹായം എന്നുള്ളതിനെ പറ്റി ജാവേദിന് കൃത്യമായിട്ട് ഐഡിയ ഇല്ല. जावेद लास्ट एक क्वेश्चन मैं पूछेगा, ये आपने बोले थे अपर कास्ट भी इधर कन्वर्ट हुआ. बिल्कुल. बीजेपी का संगठन का महामंत्री भी कन्वर्ट हो गया, ठाकुर. ये अपर कास्ट भी इधर कन्वर्ट पहले से अभी हो रहे, पहले भी हुआ था? पहले भी हुए थे और अभी भी हो रहे हैं. अभी भी बहुत लोग ऐसे हैं जो संडे को प्रार्थना सभा में आपको मिल जाएंगे, क्योंकि उनके कई लोग ऐसे हैं जो शायद हो सकता है मतलब फेथ है एक, कि कई लोगों ने कहा कि भाई आपको क्या कुछ ऐसी परेशानी है तो आप वहाँ पे चर्च में जाइए, प्रार्थना सभा में जाइए, तो वहाँ से आपकी जो समस्या है, जो भी प्रॉब्लम है वो ख़त्म होगी. तो लोग जाने लगे धीरे धीरे. इवन जो ब्राह्मण हैं, ब्राह्मण फैमिली की भी हमने यहाँ पे कई फैमिलीज ऐसी हैं जिन्होंने कन्वर्जन किया है, तो वो भी जा रहे हैं. इवन आपने जैसे कि महामंत्री ठाकुर जी की बात करें तो उसकी फैमिली के सब अधिकांश लोग कन्वर्जन हो चुके हैं. BJP से है वो. ഇപ്പം BJPയുടെ ഇവിടുത്തെ ഒരു സീനിയർ നേതാവുണ്ട് ഠാക്കൂർ. അപ്പം അവരുടെ വെച്ച് കഴിഞ്ഞാൽ അപ്പർ കാസ്റ്റാണ്. അവരുടെ കംപ്ലീറ്റ് ഫാമിലി, അത് BJPയുടെ നേതാവാണ്, ജില്ലാ ലീഡറാണ്. അയാൾ കംപ്ലീറ്റ് ഫാമിലി പെന്തക്കോസ്റ്റിലോട്ട് പോയി. അതേപോലെ തന്നെ ഇവിടുത്തെ അപ്പർ കാസ്റ്റുകൾ, അതായത് മറ്റുള്ള സ്ഥലത്തു നിന്ന് വന്ന് താമസിക്കുന്ന ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയിലുള്ള നല്ലൊരു ശതമാനം പേരും കൺവേർട്ടായിട്ട് പെന്തക്കോസുകാരായിട്ട് പോയി. നേരത്തെ ഒരു ഗർഭാപ്പസിയിൽ വന്ന ഒരു ബ്രാഹ്മണനാണ്, അയാളും പെന്തക്കോസിൽ പോയി. അതായത് മനസ്സിലാക്കുക, പല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, വലിയ മാറ്റമാണ് ഛത്തീസ്ഗഡിൽ ഉണ്ടാകുന്നത്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഗ്രൗണ്ട് റിപ്പോർട്ടിനോട്ട് പോവുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു.